ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സെലിബ്രിറ്റിയൊക്കെ പക്ഷെ വെറുപ്പിക്കൽ അങ്ങേ അറ്റവാ. ഞാൻ പറഞ്ഞ വെറുപ്പിക്കൽ എന്ന് വെച്ചത് ഇതാ. വേണ്ടടാ, ഫൈസിംഗ് കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഓ അയ്യോ, എനിക്ക് പേടിയാവുന്നു. വാരി ഇവിടെ. എടാ, ആരാണ് ഈ അമ്മച്ചിയൊക്കെ വിളിച്ച് റീലിനകത്ത് കയറ്റുന്നത്? വാരി ഇവിടെ. ഓ, ആരാണത്? ഇതാണ് രേണുവിന്റെ സ്കൂൾ ഗ്യാങ്. സൂപ്പർ ആയിട്ടുണ്ട്. ഓ, കൂട്ടത്തിലടി കൊള്ളാം. അയ്യോ, ഓ, കഴിഞ്ഞു. ഗേൾ ഫ്രണ്ടിനെ വന്ന് വിളിച്ചോണ്ട് പോകുന്നല്ല, അവനാണ് ഈ അമ്മച്ചിയെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത്. ഓ, കഷ്ടം. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ നിങ്ങൾ ചിലപ്പോ വിചാരിക്കും ഇതിനകത്ത് എവിടാടാ വെറുപ്പിക്കലുള്ളത്, ഇനി അങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളു, ഇനി ബാക്കി കാണുക നിങ്ങള്. ഓ, ആ ക്യൂട്ട്നെസ് ആണ് അവിടെ ഇരുന്നിടുന്നത്. കൊള്ളാം. എന്നാ നോട്ടമാണ് ഇത്. നല്ലത് കണ്ടാ നല്ലത് പറയണം. അത് നല്ലതായിട്ടുള്ള എവിടാ? ആ തൊഴുതുകൊണ്ടിരിക്കുന്ന പയ്യനെ മാത്രം കൊള്ളാം, അല്ല വേറെ എന്തെങ്കിലും കൊള്ളാവോ? എനിക്ക് തോന്നുന്നില്ല. ആ വീഡിയോക്കകത്ത് അമ്മച്ചി ക്യൂട്ട്നെസ് വാരി അങ്ങ് എറിയുക. അത് കണ്ടിട്ട് ഒരു എലിക്കുഞ്ഞിനെ എടുത്ത് നെഞ്ചത്ത് വെച്ചവരുണ്ട്. ഞാനെന്താ ഒരു സംഭവം എന്നാണ് രേണുവിന്റെ മുഖം കണ്ടാൽ സത്യവാ, അതിനകത്ത് എല്ലാം ഉണ്ട്. പക്ഷെ രസമൊന്നുമല്ല. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറെ ഇന്റർവ്യൂവിൽ അവന്മാരൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾ വിളിയോടെ വിളിയാണ് ഇന്റർവ്യൂക്ക് വേണ്ടി. ഓ, അതിനെ കെട്ടിപ്പിടിച്ചങ്ങ് വെച്ച് അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ പറന്നു പോകും. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് സത്യം പറഞ്ഞ് ഇവരെ അല്ല കുറ്റം പറയുന്നത്, ഇവരുടെ അഭിനയത്തെ കുറ്റം പറയുന്നത്. കുറച്ച് മാന്യമായിട്ടൊക്കെ ഒന്ന് അഭിനയിച്ചുകൂടെ അമ്മച്ചി? അല്ല സോറി, രേണു ചേച്ചി. ഇതുവാണെങ്കിലും ഊക്കെരന്ന് മേടിക്കുന്നുണ്ട് ഇപ്പം. പുള്ളിക്കാരുടെ കുറച്ചാളത്ത് മുമ്പത്തെ ഡ്രസ് സെൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു ഇതിനെക്കാട്ടി. ഇപ്പൊ വന്ന് ചവറായിട്ടുണ്ട്. ഷുഗറുണ്ട് ഇല്ലെന്നാ പറഞ്ഞേ. ഒറ്റ ഇരിപ്പില് എത്ര ഐസ്ക്രീം കഴിക്കും? ഇത് പിടിച്ചോ. നമുക്ക് മറ്റേ ചലഞ്ച് നടത്തിയാലോ? മറ്റേ പ്ലേറ്റിൽ കൊണ്ടുവരുന്നില്ലേ? ഓ, ശാപം എന്തേണ്ട അടുത്ത ചലഞ്ചും കൊണ്ട് അവന്മാര് കയറി ചെന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അതൊക്കെ ഒരു ട്രെൻഡ് ആണല്ലോ. കാണുന്നവരുടെ മുമ്പ് ചലഞ്ചും കൊണ്ടങ്ങ് പോവാം. നല്ല രസമാണ്. ഇനി അടുത്ത കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടൊരു വീഡിയോ ഉണ്ട്, കാണിച്ചു തരാം. ഓ, റൊമാൻറ്റിക് വാരി അങ്ങ് എറിയുക അങ്ങ്. ഇതൊന്നും ഇന്നവരെ കണ്ടുപോലും കാണത്തില്ല ആരും ഇതുപോലത്തെ എക്സ്പ്രഷൻ ഒന്നും. ആ ഇരിക്കുന്ന ആളെ കണ്ടോ? ഇതിനെ അല്ല, അതിന്റെ ഇതിനെ. ഈ ചേട്ടനെ സത്യം പറഞ്ഞാൽ എന്തുമാത്രം നല്ല ആൾക്കാരെ വെച്ച് റീൽ ചെയ്യാൻ ഈ ഇതിനെ വെച്ച് തന്നെ ചെയ്യണമായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ രണ്ടുപേരും കൂടെ ഊക്ക് മേടിച്ചോണ്ടിരിക്കുക. പുള്ളി ഇൻസ്റ്റ തുറക്കാൻ വയ്യ ഇവരെയൊക്കെ. സത്യം വലിയ പറയുന്നത്. ആരായാലും പറഞ്ഞു ഇമാതിരി അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ എന്തായാലും പുള്ളിക്കാരുടെ വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് നിർത്താം. നമുക്കിനി കുറച്ച് വേറെ വീഡിയോ നോക്കാം. ഓ, അയ്യോ അണ്ണാ, കളിച്ച കൂട്ടത്തിൽ മൂടി കയറി അറിഞ്ഞില്ലയോ? പുള്ളി മൂടി കയറിയ നിക്കറും കൊണ്ട് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ പോയി. ഇതൊക്കെ കണ്ടിട്ടും അപ്ലോഡ് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സ്. നിങ്ങളുടെ സംഭവം തന്നെ. മുത്തേ, കൽബേ, പൊന്നെ, ഉപ്പിലിട്ട മാങ്ങേ. നിന്റെ ആരെങ്കിലും ഉപ്പിലെടുത്തിടാൻ നോക്കിക്കോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്തായാലും 5K പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ടോപ്പിക് ഒക്കെ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറഞ്ഞു വരുവാണ്. കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇൻസ്റ്റയിൽ എനിക്കൊന്ന് മെസ്സേജ് കണ്ടന്റ് ഒക്കെ പറഞ്ഞു തരിക.
ഇൻസ്റ്റയിലെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അവിടെ ചെന്ന് എന്തായാലും ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.